പ്രിയമുള്ളവരെ, ഏവർക്കും ടെക് പിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ അഭിമാനകരവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി സെക്ഷൻഷൻ ഓഫീസർ അഥവാ ഐയുടെ റാങ്ക് ലിസ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ 10 റാങ്കിൽ 6 റാങ്കും അടിച്ചെടുത്തിരിക്കുന്ന ടെക് പിസിയുടെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. 1ാം റാങ്ക് നേടിയിരിക്കുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റുഡന്റ് ആയിട്ടുള്ള അലി അബ്ദുൾ റഹ്മാനാണ്. ബാക്കി 10 റാങ്കിൽ 6 റാങ്ക് നേടിയിരിക്കുന്ന നമ്മുടെ ഓൺലൈൻ കോഴ്സ് എടുത്ത സ്റ്റുഡൻസ് തന്നെയാണ്. നോക്കിയേ, 5ാം റാങ്ക് അജ്നാസ് എ, 6ാം റാങ്ക് പ്രിയ എസ് പി, 7ാം റാങ്ക് ആൻ മേരി ജോളി, 8ാം റാങ്ക് ഫിദ പെർവീൻ ഷഫീഖ്, ദെൻ 10ാം റാങ്ക് ദീപക് രാജീവ് തുടങ്ങിയവയാണ് ആദ്യത്തെ 10 റാങ്കിൽ 6 റാങ്കും നേടിയിരിക്കുന്ന നമ്മുടെ ചുണക്കുട്ടികൾ. ദെൻ ഇനി നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്ന് പരിചയപ്പെട്ടാലോ. 15ാം റാങ്ക് അഭിലാഷ് വിജയൻ, 23ാം റാങ്ക് കാർത്തിക് എസ് എൽ, 24ാം റാങ്ക് അരുൺ ബാവ എൻ വി, 28ാം റാങ്ക് അരുൺ കെ, 34ാം റാങ്ക് അഭിജിത്ത് പി എം, 38ാം റാങ്ക് മിത്ര ടി, 39ാം റാങ്ക് സിദയ് ടി പി, 41ാം റാങ്ക് അശ്വിൻ സി, 47ാം റാങ്ക് കമൽ വി കുമാർ, 48ാം റാങ്ക് മിഥുൻ എ, 54ാം റാങ്ക് വൈശാഖ് എസ്, 60ാം റാങ്ക് നാദിയ സി, 64ാം റാങ്ക് അഞ്ജന എന്നിവരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ടെക് പിസിയുടെ മറ്റ് അഭിമാന ഭാജനങ്ങൾ. ഇനി സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉള്ള വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിനി മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ച മേജർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എക്സാമിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ആളുടെ മാർക്ക് നോക്കി. 1ാം റാങ്കുകാരൻ അലി അബ്ദുൾ റഹ്മാന്റെ OMRന്റെ മാർക്ക് നോക്കി 76.67 മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂവിന് ലഭിച്ച മാർക്ക് 12 മാർക്കാണ്. ഇവിടെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മളെ പരീക്ഷയ്ക്ക് 3 മാസം മുമ്പാണ് സിലബസ് പാടെ ചേഞ്ച് ആയത്. സിലബസ് മൊത്തത്തിലുള്ള ഒരു മാറ്റമായിരുന്നു. ആ മാറ്റം സിലബസ് മാറിയിട്ട് പോലും ഈ മികച്ച മാർക്ക് വാങ്ങിച്ച് ആദ്യ റാങ്കിൽ എത്തിയ അലിക്ക് എന്റെ വകയും കൂടെ ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. കാര്യം സിലബസ് നേരത്തെ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആയിരുന്നു, ഇപ്പൊ സിലബസ് മൊത്തം മാറി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അങ്ങനെ സിലബസ് മാറിയിട്ടും തന്റെ ആത്മവീര്യം കൈവിടാതെ നമ്മളോടൊപ്പം ചേർന്ന് ഇത്രയും മാർക്ക് വാങ്ങിച്ച് മികച്ച വിജയം നമുക്ക് സമ്മാനിച്ച അലിക്ക് എന്റെ വക അഭിനന്ദനം. അടുത്ത 5ാം റാങ്ക് നേടിയിരിക്കുന്ന അജ്നാസ് എ, റിട്ടേൺ ടെസ്റ്റിന് ലഭിച്ച മാർക്ക് നോക്കി 68 മാർക്കാണ്. ഇന്റർവ്യൂവിന് 13 മാർക്കാണ് നേടിയിരിക്കുന്നത്. ദെൻ 6ാം റാങ്ക് നേടിയ പ്രിയ എസ് പിക്ക് 67.33 മാർക്കാണ് റിട്ടേൺ ടെസ്റ്റിന് ലഭിച്ചത്. ഇന്റർവ്യൂവിന് 13 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ദെൻ 7ാം റാങ്ക് ആൻ മേരി ജോളി, റിട്ടേൺ ടെസ്റ്റിന് 66 മാർക്കും ഇന്റർവ്യൂവിന് 13 മാർക്കുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ദെൻ 8ാം റാങ്ക് സ്വന്തമാക്കിയ ഫിദ പെർവീൻ ഷഫീഖ് 66 മാർക്കാണ് OMR പരീക്ഷയ്ക്ക് മേടിച്ചത്. ഇന്റർവ്യൂവിന് 13 മാർക്കാണ് നേടിയത്. ദെൻ 10ാം റാങ്ക് സ്വന്തമാക്കിയ ദീപക് രാജീവിന് റിട്ടേൺ ടെസ്റ്റിന് 64.67, ഇന്റർവ്യൂവിന് 13 മാർക്കുമാണ് സ്വന്തമാക്കിയത്. ദെൻ 15ാം റാങ്ക് സ്വന്തമാക്കിയ അഭിലാഷ് വിജയൻ 63.33 മാർക്ക് OMR പരീക്ഷയ്ക്ക്, ഇന്റർവ്യൂവിന് 13 മാർക്കും സ്വന്തമാക്കി. ദെൻ 23ാം റാങ്ക് വാങ്ങിയ കാർത്തിക് എസ് എൽ റിട്ടേൺ ടെസ്റ്റിന് 61.67, ഇന്റർവ്യൂവിന് 13 മാർക്ക് സ്വന്തമാക്കി. ദെൻ 24ാം റാങ്ക് വാങ്ങിയ അരുൺ ബാവ റിട്ടേൺ ടെസ്റ്റിന് 62.33, ഇന്റർവ്യൂവിന് 12 മാർക്കുമാണ് സ്വന്തമാക്കിയത്. ബാക്കിയുള്ളവരുടെ മാർക്കും ഇന്റർവ്യൂവിന് ലഭിച്ച മാർക്കും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇവരെല്ലാം ടെക് പിസിയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഉദ്യോഗാർത്ഥികളാണ്. ഇവർക്കെല്ലാം എന്റെ വക അഭിനന്ദനങ്ങൾ. ദെൻ എനിക്ക് ഈ വിജയത്തില ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ, ഓൺലൈനിൽ നമ്മൾ നോക്കിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഇങ്ങനെ ഓൺലൈനിൽ നിങ്ങൾ കണ്ടിട്ടും നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം ചേർന്ന് പഠിച്ച നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത്. അതോടൊപ്പം നമ്മളോടൊപ്പം ചേർന്ന് ഈ സിലബസ് മാറിയ സാഹചര്യത്തിലും വളരെ നന്നായിട്ട് ക്ലാസ് എടുത്ത് പെട്ടെന്ന് തന്നെ ക്ലാസ് എടുത്ത് തീർത്ത് റിവിഷൻ നടത്തി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയ നമ്മുടെ അധ്യാപകർ, അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് വർക്ക് ചെയ്ത നമ്മുടെ എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും, പിന്നെ നമ്മുടെ അഭ്യുദയകാംക്ഷികൾക്ക് എല്ലാവർക്കും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം,
ഞാൻ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുന്ന വരെ ഒരു ടെൻഷനിലായിരുന്നു. കാര്യം നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ എത്ര റാങ്ക് കിട്ടും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു. കാര്യം ഞാനാണ് ഈ കോഴ്സ് മെന്റർ ചെയ്തിരുന്നത്. അപ്പൊ നമ്മളെ റിസൾട്ട് വരുന്നതിനേക്കാൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട്. കാര്യം എനിക്ക് ഒരുപാട് ജോലികൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു റാങ്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരവും ഏറ്റവും അഭിമാനം നൽകുന്നത് നമ്മൾ പഠിപ്പിച്ച ഉദ്യോഗാർത്ഥികൾ മികച്ച റാങ്കിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ഈ വിജയം എനിക്ക് സമ്മാനിച്ച എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം നമ്മളെ പരമാവധി നമുക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഇനിയും ഇതേപോലുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ഒരുപാട് പരീക്ഷകൾ നമ്മൾ നടത്തുകയാണ്. അപ്പം നിങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് പഠിച്ച് നമ്മളോടൊപ്പം നിന്ന് പഠിച്ച് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നമ്മൾ തയ്യാറാണ്. നിങ്ങളെ ആദ്യ റാങ്കിൽ എത്താൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ആദ്യ റാങ്കിലേക്ക് എത്തുക. അപ്പൊ നമ്മള് എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ളവർക്ക് അതായത് എഞ്ചിനീയറിംഗിലെ എല്ലാ സ്ട്രീമിലുള്ളവർക്കും കൂടി ഇനി ഏത് പരീക്ഷ വരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവാണ് ഇനി വരാൻ പോകുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അപ്പൊ അതെല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമുകാർക്കും അയക്കാൻ പറ്റുന്നതാണ്. അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഒന്ന്, ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന എല്ലാ ഡിഗ്രിക്കാർക്കും. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് അതായത് ബിടെക് പഠിച്ച എല്ലാ സ്ട്രീമിലുള്ളവർക്കും. അതോടൊപ്പം തന്നെ ഡിപ്ലോമ എല്ലാ സ്ട്രീമുകാർക്കും. പക്ഷെ അവർക്ക് ഡിപ്ലോമക്കാരുടെ ഒരു കണ്ടീഷൻ 3 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണം. അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ബിടെക് എനി സ്ട്രീമുകാർക്ക്, BSc സയൻസ് അതായത് ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡിപ്ലോമ എനി സ്ട്രീമുകാർ, പക്ഷെ അവർക്ക് ഡിപ്ലോമയ്ക്ക് ശേഷം 3 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അവർക്കെല്ലാം വരുന്ന വളരെ ഒരു മികച്ച അവസരമാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അപ്പൊ അതിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. നമ്മളോടൊപ്പം നല്ല റാങ്ക് വാങ്ങിച്ചവർക്കും നമ്മളെ വിശ്വാസമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ ഒരു അവസരമാണ്. അപ്പൊ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ മാസം 30-ാം തീയതി വരെ ഉള്ള ആ ഒരു സ്ലോട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത് എൻഡ് ഓഫർ ഉണ്ട്. 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ 5000 എന്നുള്ള ഫീസ് 4000-ൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്കും 1-ാം റാങ്കിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താം. നിങ്ങളുടെ വിജയത്തിന്റെ വേഗത ഇരട്ടിയാക്കാം. അപ്പൊ ഈ കോഴ്സും ഞാൻ തന്നെയാണ് മെന്റർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും ഞാൻ ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ടിക്കറ്റും കൂടെ എടുക്കാനായിട്ടും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.